Hello friends, ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി സച്ച് ദാറ്റ് 500 ന്യൂട്ടൺ ബ്ലോക്ക് മൂവ്സ് ടു ദ റൈറ്റ് സൈഡ്, കോമ പുള്ളി ഈസ് സ്മൂത്ത്, കോമ ടേക്ക് മ്യൂ ഈക്വൽ ടു 0.20 ഫോർ ഓൾ സർഫസസ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഈ 500 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ബ്ലോക്കിനെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ തക്ക ഫോഴ്സ് പി, അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തണം. ഇപ്പം നിങ്ങളത് നോക്കിയാൽ അറിയാം, ഈ 500 ന്യൂട്ടൺ ബ്ലോക്ക് മാത്രമല്ലുള്ളത്, ഈ ഒരു റോപ്പ് വഴി ഇവിടെ ഒരു 750 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ബ്ലോക്കും ഉണ്ട്. ഇതാണ് പുള്ളി എന്ന് പറയുന്നത്. പുള്ളിയിലുള്ള ഫ്രിക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട, ബട്ട് ഇവിടുത്തെ ഫ്രിക്ഷൻസ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ പറയാം. പി എന്ന് പറയുന്ന ഒരു ഫോഴ്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ പിയുടെ പ്രത്യേകത എന്താ? ഈ പി എന്ന് പറയുന്ന ഈ ഫോഴ്സ് ഈ 500 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ബ്ലോക്കിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റും, റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. ഇനി നോക്കേണ്ട കാര്യം, ഈ 500 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ബ്ലോക്ക് മാത്രമല്ല ഉള്ളത്, ഈ ബ്ലോക്കിലേക്ക് 750 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള വേറൊരു ബ്ലോക്ക് കൂടെ ഉണ്ട് ഈ പുള്ളിയിലൂടെ. പുള്ളി സ്മൂത്താണ്, ഫ്രിക്ഷൻ ഒന്നും കൺസിഡർ ചെയ്യേണ്ട. പക്ഷേ ഇവിടെയുള്ള ഫ്രിക്ഷൻ എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. അതിന് വേണ്ടിയാണ് 0.2 മ്യൂ തന്നിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ പ്രോബ്ലമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിലൊക്കെ സിമ്പിളാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രീ ബോഡി ഡയഗ്രം തന്നെ വരച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ദ ഫസ്റ്റ് ഈസ് ഫ്രീ ബോഡി ഡയഗ്രം, FBD. ഞാൻ ഇതിനകത്തൂടെ ഒരു ആക്സസ് വരയ്ക്കുകയാണ്, എൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ്. ഇത് 60 ഡിഗ്രി ആയിരിക്കും. ബാക്കിയുള്ളതൊക്കെ വരയ്ക്കാം. ഫസ്റ്റ് നമുക്ക് വെയിറ്റ് വരയ്ക്കാം. വെയിറ്റ് എങ്ങനെയായിരിക്കും? സെൻറ്ററിലൂടെ നേരെ താഴോട്ടേ ആക്ട് ചെയ്യത്തുള്ളൂ. ഇൻക്ലൈൻഡ് ആയിട്ടൊന്നും ഒരിക്കലും വെയിറ്റ് ആക്ട് ചെയ്യില്ല. It would always be straight down. വാല്യൂ എത്രയായിരിക്കും? വാല്യൂ വിൽ ബി 750. പിന്നെ നമുക്ക് ഈ ആംഗിൾ വേണം. ഈ ആംഗിൾ എത്രയായിരിക്കും നമുക്കിപ്പോൾ നോക്കാം. ഞാൻ ഈ ലൈനിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഈ ലൈനിനെയും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾസ് കിട്ടും. ഞാൻ ഓരോ ട്രയാങ്കിളും ഒന്ന് മാർക്ക് ചെയ്യാണ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്ത പോലെ തന്നെയാണ്. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാമെങ്കിൽ ഈ ആംഗിൾ 90 ആയിരിക്കും, ഈ ആംഗിൾ 30 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു ട്രയാങ്കിൾ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഞാൻ അതുകൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്യാണ്. ട്രയാങ്കിൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇത് 90 ഡിഗ്രിയാണ്, ഇത് ഒബ്വിയസ്ലി ഇത് 60 ഡിഗ്രി ആയിരിക്കും. ആവശ്യമില്ലാത്ത പറയാറെല്ലാം അങ്ങ് വായിച്ചേക്കാം. അപ്പോൾ ഈ ആംഗിള് 60 ഡിഗ്രിയാണ്.
ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇനി എന്താ ഉള്ളത്? ഫോഴ്സ് വരച്ചു. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് നോക്കേണ്ടത്. നമുക്ക് ഫോഴ്സ് ഉണ്ട്, ഇനിയുള്ള എന്താ? കോണ്ടാക്ട് സർഫസ്. കോണ്ടാക്ട് സർഫസിൽ ഉള്ള റിയാക്ഷൻ നമുക്ക് വരയ്ക്കാം. റിയാക്ഷൻ എങ്ങനെയാണ്? സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ബോഡിയിലേക്കാണ് റിയാക്ഷൻ ആക്ട് ചെയ്യുക. ഞാനിതിനെ N1 എന്നങ്ങ് വിളിക്കുകയാണ്. N1 എന്ന് വിളിക്കുക. ഇനിയും ഫ്രിക്ഷൻ ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P ആണ്. ഇങ്ങോട്ടാണ് മൂവ്മെന്റ് എന്ന് പറഞ്ഞത്. അപ്പം ഈ ബോഡിയും ഇങ്ങോട്ടേ മൂവ് ചെയ്യുള്ളൂ ബിക്കോസ് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ്. അപ്പോൾ ഫ്രിക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഫ്രിക്ഷനോടെ മാർക്ക് ചെയ്യാണ്. This will be F1. Friction. ഓക്കെ. ഇനി എന്താ ഉള്ളത്? ഇനി നമുക്കിവിടെ നോക്കിയാൽ അറിയാം, നമുക്കിവിടെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പം അതുകൂടെ നമുക്ക് വരയ്ക്കണം. അറ്റാച്ച്മെന്റിൻ്റെ അവിടെ ടെൻഷനാണ് വരിക. T1 എന്നങ്ങ് ഇട്ടിരിക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ട എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. കോണ്ടാക്ട് സർഫസിലുള്ള N1 നമ്മൾ വരച്ചു, വെയിറ്റ് വരച്ചു, ഫ്രിക്ഷണൽ ഫോഴ്സ് വരച്ചു, അറ്റാച്ച്മെൻറ്റിലുള്ള ടെൻഷനും നമ്മൾ വരച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രാം കഴിഞ്ഞു. ഇനി ഇതിനകത്ത് നമുക്ക് ഈ ടെൻഷൻ ഇതാണല്ലോ നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇത് ഈ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ വേണം. അതുകൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്തേക്കാം. ഈ ആംഗിൾ ഉറപ്പായിട്ടും 60 ഡിഗ്രി ആയിരിക്കും. വെരി സിമ്പിൾ. ഡിഗ്രി ആയിരിക്കും. കാരണം ഇതൊരു പാരലൽ ലൈനാണ്, ഇതും ഒരു പാരലൽ ലൈനാണ്, ഇത് വേറെ 2 പാരലൽ ലൈൻസ് ആണ്. ഈ ആംഗിളും സെയിം ആയിട്ട് തന്നെ വരും. ഇനി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കാം. ഇതൊരു പാരലൽ ലൈൻ, ഇതൊരു പാരലൽ ലൈൻ, ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഈ പാരലൽ ലൈനെയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. ഇതിനെ ഒരു ട്രാൻസ്വേഴ്സലായിട്ട് എടുക്കുക. ഇങ്ങനെയാണെങ്കിൽ ഇതും 60 ആയിരിക്കും. അതിന് ശേഷം ഈ പാരലൽ ലൈനെയും കൂടെ കൺസിഡർ ചെയ്യുക, ട്രാൻസ്വേഴ്സലായിട്ട് എടുക്കുക. അതും 60 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തത് ഈ പാരലൽ ലൈനും ഈ പാരലൽ ലൈനും ഇതുകൂടെയായിരുന്നു. മനസ്സിലായല്ലോ? ഓക്കെ. ആവശ്യമില്ലാത്ത ലൈൻസ് എല്ലാം നമുക്ക് തൂത്തളയാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രാം. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. പ്രോസസ് തീർന്നിട്ടില്ല. ഇവിടെ P എന്ന നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് അതിനെ മാർക്ക് ചെയ്യാം. P ആംഗിൾ 30 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ അത് ഓർത്ത് ബോധർ ചെയ്യണ്ട. ഫോഴ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ അറ്റാച്ച്മെൻറ്റ്സ് നോക്കാം. ഇവിടെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അത് നമ്മൾ കാണിക്കണം. നമ്മൾ വരയ്ക്കുകയാണ്. നമുക്കറിയാം ഈ ഒരു ത്രെഡ് ഒരു സ്മൂത്ത് പുള്ളിയിലൂടെ പോയി ഇവിടെ എത്തുകയാണ്.
അപ്പോൾ ഇവിടെ എന്ത് ടെൻഷൻ ഉണ്ടോ അത് തന്നെ ഇവിടെ വരും. നമ്മൾ നേരത്തെ പോലെ പഠിച്ചിട്ടുള്ളതാണ്. ടെൻഷൻ ഇവിടെ ഏത് ടെൻഷനാണോ ഉണ്ടായത് അത് തന്നെ ഇവിടെ വരും. ഇപ്പം നമ്മൾ നേരത്തെ T1 എന്ന് പറഞ്ഞ ടെൻഷൻ കൊടുത്ത ആ സെയിം T1 തന്നെ ഇവിടെ വരും. സെയിം ആയിരിക്കും T1. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫ്രീ ബോഡി ഡയഗ്രാം കഴിഞ്ഞു. നമ്മളപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാംസ് നമ്മളിതിപ്പോൾ ഒരു 20 എണ്ണത്തിൻ്റെ മുകളിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇവിടെ നിന്ന് ടെൻഷൻ ഉണ്ട്, ആ ടെൻഷൻ തന്നെ ആയിരിക്കും ഇവിടെയും വരിക. ബിക്കോസ് ദാറ്റ് മേക്സ് ദം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഓക്കെ, നമുക്കിനി സോൾവ് ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ രണ്ട് ഫ്രീ ബോഡി ഡയഗ്രാംസും ഉണ്ട്. 750 ന്യൂട്ടൺ ബ്ലോക്കിൻ്റെയും ഫ്രീ ബോഡി ഡയഗ്രാം ഉണ്ട്. 500 ന്യൂട്ടൺ ബ്ലോക്കിൻ്റെയും ഫ്രീ ബോഡി ഡയഗ്രാം ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ ഒരു ഓറിയൻറ്റേഷനിലാണ് അല്ലേ. ഇവിടെ ഒരു പ്ലെയിനിൽ നിന്ന് 60 ഡിഗ്രി മേക്ക് ചെയ്യുന്നവരാണ്. ഈ ഒരു ബ്ലോക്ക് അങ്ങനെയല്ല, നമുക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ളൊരു രീതിയിലാണ് ഈ ബ്ലോക്ക് ഇരിക്കുന്നത്, 500 ന്യൂട്ടൺ ബ്ലോക്ക് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ആക്സിസ് എങ്ങനെ ഫിക്സ് ചെയ്യാം? ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്യാം. ഇവിടെ 60 ഡിഗ്രി വരുന്ന പോലെ ഇങ്ങനെ ഫിക്സ് ചെയ്യാം. ഇനിയും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് പല പ്രോബ്ലത്തിലും ഒത്തിരി ഉപകാരപ്പെടുന്നതാണ്. ഒരു പ്രോബ്ലത്തിൽ ഒരേ രീതിയിൽ ഉള്ള ആക്സിസ് അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ നമ്മൾ കൺസിഡർ ചെയ്യണമെന്നില്ല. ഉദാഹരണം, ഞാൻ ഇവിടെ ഇങ്ങനൊരു ഓറിയൻറ്റേഷനാണ് എനിക്ക് ഫേവറബിൾ, കാരണം എഫ് എൻ ടി ഇതെല്ലാം എനിക്ക് ഡയറക്റ്റായിട്ട് കിട്ടും. 750 മാത്രമേ ഉള്ളൂ ആംഗിൾ കൂട്ടി വരുന്നത്. ഇതേ ഓറിയൻറ്റേഷൻ തന്നെ എനിക്ക് ഇവിടെ എടുക്കണം എന്നില്ല. ഇവിടെ ഇങ്ങനെ എടുത്തു, ഇവിടെ ഇങ്ങനെ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഒരിക്കൽ നമ്മൾ ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞതാണ്, അതിനെക്കുറിച്ച് ചെറുതായി ഡിസ്കസും ചെയ്തതാണ്. ഞാൻ ഇവിടെ ഇങ്ങനെയാണ് എൻ്റെ വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, എക്സ് വൈ അല്ലെങ്കിൽ പാരലൽ ടു ദ പ്ലെയിൻ, പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ എടുക്കുന്നത്. ഇവിടെ ഞാൻ ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. എൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇക്വിലിബ്രിയം കണ്ടീഷനിനകത്ത് നമ്മൾ പറയുന്നത് ഫോഴ്സസ് ഏതെങ്കിലും രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സുകളിലേക്ക് നമ്മൾ സം എടുക്കുകയാണ് ചെയ്യുന്നത്, ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. അപ്പോൾ ആകെ നമുക്ക് ആവശ്യമുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ രണ്ട് ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ക്രൈറ്റീരിയ. രണ്ട് ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. അല്ലാതെ ഈ ഒരു ബ്ലോക്കിൽ ഇങ്ങനെ ഞാൻ ആക്സിസ് കൺസിഡർ ചെയ്തു, അതുപോലെ തന്നെ ഇവിടെ എടുക്കണം, അങ്ങനൊന്നുമില്ല. ഇവിടെ ഞാൻ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു, ഇവിടെ ഞാൻ ഇങ്ങനെ ആക്സിസ് എടുക്കും. നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ എടുക്കാം. അതിൻ്റെ റീസൺ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇത് y ഇത് x എന്ന് പറഞ്ഞെടുത്താൽ ഇങ്ങോട്ട് സമ്മേഷൻ എല്ലാം 0, ഇങ്ങോട്ട് സമ്മേഷൻ എല്ലാം 0. അതായത് രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസുകളിലേക്ക് സമ്മേഷൻ എടുക്കുമ്പോൾ 0. അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ കണ്ടീഷൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടായിട്ട് നമുക്ക് ആക്സിസുകൾ എടുക്കുന്നതിന് പ്രശ്നമില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ആക്സിസ് എപ്പോഴും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇവിടുത്തെ ആക്സിസുകളൂടെ മാർക്ക് ചെയ്യാണ്. ഫ്രീ ബോഡി ഡയഗ്രാം ഫസ്റ്റിൻ്റെ ആക്സിസ് മാർക്ക് ചെയ്യുന്നു, സെക്കൻഡിൻ്റെ ആക്സിസ് മാർക്ക് ചെയ്യുന്നു. ഞാനിങ്ങനെയാണ് ആക്സിസ് എടുത്തിരിക്കുന്നത്. വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, മൈനസ് വെർട്ടിക്കൽ, മൈനസ് ഹൊറിസോണ്ടൽ, അല്ലെ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ, പാരലൽ ടു ദ പ്ലെയിൻ, പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ, പാരലൽ ടു ദ പ്ലെയിൻ. ഇനി ഇവിടെ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, മൈനസ് വെർട്ടിക്കൽ, മൈനസ് ഹൊറിസോണ്ടൽ. ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലായല്ലോ. കാരണം നമ്മൾ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസുകൾ കൺസിഡർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം നമുക്കിനി ചെയ്ത് തുടങ്ങാം. നമുക്ക് വേണ്ടത് P ആണ്.
അപ്പോൾ 750 ബ്ലോക്കിൻ്റെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിഗ്മ എഫ് വി ഈക്വൽ ടു 0. സിഗ്മ എഫ് വി ഈക്വൽ ടു 0. വിയിലുള്ള ഫോഴ്സുകളെല്ലാം നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. വെർട്ടിക്കൽ ഡയറക്ഷൻ വരുന്നത് ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ ഡയറക്ഷൻ. N1 വെർട്ടിക്കലാണ്. 750യുടെ ഇങ്ങോട്ടുള്ള കമ്പോണൻറ്റ് വെർട്ടിക്കലാണ്. അത് മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ബാക്കിയെല്ലാം ഹൊറിസോണ്ടലാണ്. അപ്പോൾ നമുക്ക് എഴുതാം N1 മൈനസ് 750 cos 60 ഈക്വൽ ടു 0. ഇതിൻ്റെ ഇങ്ങോട്ടുള്ള കമ്പോണൻ്റ് ആണ് വെർട്ടിക്കലായിട്ട് വരിക. ഇതിങ്ങോട്ട് ഹൊറിസോണ്ടൽ, ഇങ്ങോട്ട് വെർട്ടിക്കൽ. അതുകൊണ്ടാണ് N1 മൈനസ് 750 cos 60 എന്ന് വരുന്നത്. അതായത് N1 ഈക്വൽ ടു 750 cos 60, ദാറ്റ് ഈസ് ഈക്വൽ ടു 375. കാരണം cos 60 1/2 ആണ്, 375. ഇനി നമുക്ക് സിഗ്മ എഫ് എച്ച് എടുക്കാം. എച്ച് ഈക്വൽ ടു 0. എച്ച് ഡയറക്ഷൻ, അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വരുന്നതെല്ലാം നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ദിസ് ഈസ് ഹൊറിസോണ്ടൽ, ട്രൂലി ഹൊറിസോണ്ടൽ. ദിസ് ഈസ് ട്രൂലി ഹൊറിസോണ്ടൽ. പിന്നെ 750യുടെ ഇങ്ങോട്ടുള്ള കമ്പോണൻറ്റ് വരും. അപ്പം നമുക്ക് എഴുതാം T1 മൈനസ് F1 മൈനസ് 750 സൈൻ 60 ഈക്വൽ ടു 0. ഓരോന്നിൻ്റെ സൈൻ നോക്കുക. T1 പോസിറ്റീവ് എച്ച് അല്ലെ പോസിറ്റീവ് എക്സ്, F1 മൈനസ് എക്സ് അല്ലെങ്കിൽ മൈനസ് എച്ച്, 750 സൈൻ 60 മൈനസ് ഡയറക്ഷനിലായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? T1 is equal to 750 sin 60 പ്ലസ് F1 എന്നെഴുതാം. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, മ്യൂവും എഫും എന്നും തമ്മിലുള്ള റിലേഷൻ. മ്യൂ ഈസ് ഈക്വൽ ടു എഫ് ബൈ എൻ, ഫ്രിക്ഷണൽ ഫോഴ്സ് ബൈ നോർമൽ റിയാക്ഷൻ. അവിടെ നിന്ന് F1 ഈക്വൽ ടു മ്യൂ ഇൻറ്റു N1 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? T1 നമുക്കിങ്ങനെ എഴുതാം, T1 ഈസ് ഈക്വൽ ടു 750 sin 60 പ്ലസ് മ്യൂ ടൈംസ് 375. മ്യൂ ടൈംസ് 375 അഥവാ T1 ഈക്വൽ ടു 750 sin 60 പ്ലസ് 0.2 ടൈംസ് 375. 0.2 ക്വസ്റ്റ്യനിലുള്ളതാണ്. ഇപ്പോൾ T1ൻ്റെ വാല്യൂ എത്ര വരുമെന്ന് പറയാം. We take my calculator. 750 sin 60 plus 0.2 times 375, which will be equal to 724.52 newtons. ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തേതൂടെ നോക്കാം. ആദ്യം സിഗ്മ എഫ് വി ഈക്വൽ ടു 0. വെർട്ടിക്കൽ ഫോഴ്സുകളെല്ലാം നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. N2 ട്രൂലി വെർട്ടിക്കൽ, 500 ട്രൂലി വെർട്ടിക്കൽ. ഈ പിയുടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് അതുകൂടെ വരും. നമുക്കൊന്ന് എഴുതാം. N2 പോസിറ്റീവ് വി ഡയറക്ഷൻ മൈനസ് 500 പോസിറ്റീവ് വി ഡയറക്ഷൻ. ഇനി ഇതെങ്ങനെയായിരിക്കും സ്പ്ലിറ്റ് ആവുക? ഇത് സ്പ്ലിറ്റ് ആവുക ഇങ്ങനെയായിരിക്കും. വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ എന്നുള്ള രീതി ഇങ്ങനെയായിരിക്കും സ്പ്ലിറ്റ് ആവുക. അപ്പോൾ എന്തുവരും? പ്ലസ് പി സൈൻ 30 degrees will be equal to 0. Therefore, N2 is equal to
500 മൈനസ് പി ബൈ 2. എന്തുകൊണ്ടാണ്? സൈൻ 30 1/2 ആയിട്ട്. ഇനി നമുക്ക് സിഗ്മ എഫ് എച്ച് കൂടെ നോക്കാം. എഫ് എച്ച് ഷാൽ ബി ഈക്വൽ ടു 0 ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഹൊറിസോണ്ടൽ ഫോഴ്സുകളെല്ലാം ഒന്ന് മാർക്ക് ചെയ്യാം. F2 ഹൊറിസോണ്ടൽ, T1 ഹൊറിസോണ്ടൽ, പിയുടെ ഇങ്ങോട്ടുള്ള കമ്പോണൻറ്റും ഹൊറിസോണ്ടൽ. അപ്പോൾ നമുക്ക് എഴുതാം -F2 -T1. എന്തുകൊണ്ടാണ് T1 എന്ന് എഴുതിയത്? നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതും കണക്റ്റഡ് ആണ്. ഇങ്ങോട്ടുള്ള ടെൻഷൻ തന്നെ ആയിരിക്കും ഇവിടെയും വരിക, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ. നമ്മളത് നേരത്തെ പഠിച്ചതാണ്. അതുകൊണ്ടാണ് T1 എന്ന് തന്നെ എഴുതി. T1 T2 എന്ന് എഴുതാണ്ട് T1 എന്ന് തന്നെ എഴുതി. T എന്ന് എഴുതിയാലും മതിയായിരുന്നു. അപ്പോൾ T1 എന്ന് ഞാനങ്ങ് എഴുതി. അപ്പോൾ -F2 - T പ്ലസ് P cos 30 ഈക്വൽ ടു 0. നമുക്കറിയാം F2 ഈസ് ഈക്വൽ ടു mu n2 അല്ലേ? അപ്പോൾ F2 അവിടെ നമുക്കത് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇങ്ങോട്ട് എഴുതുകയാണെങ്കിൽ P cos 30 ഈസ് ഈക്വൽ ടു T1 724.52 പ്ലസ് 0.2 times 500 minus 0.5 P. 724 എവിടെ നിന്ന് എടുത്തെന്ന് മനസ്സിലായല്ലോ. 724 ഇവിടെ നിന്ന് എടുത്താണ് 724. F2 എന്ന് പറഞ്ഞാൽ mu n2 ആണ്. അത് തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ n2 എന്നാൽ 500 മൈനസ് പി ബൈ 2. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. P cos 30 എന്ന് പറഞ്ഞാൽ cos 30 ഈക്വൽ ടു 0.8660 equal to 724.52 plus 0.2 into 500 അറിയാമല്ലോ. 0.2 into 500 is 100. 100 minus 0.2 into 0.5 എന്ന് പറഞ്ഞാൽ 0.1 തന്നെ വരും. 0.1 P. Therefore P is equal to, നമുക്ക് സോൾവ് ചെയ്യാം. P is equal to 853.52 ന്യൂട്ടൺ എന്ന് പറയും. 853.52 ന്യൂട്ടൺസ്. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? 853.52 ന്യൂട്ടൺ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും. 853 മിനിമം 853 എങ്കിലും വേണം. അപ്പോൾ നമ്മൾ രണ്ട് ഫ്രീ ബോഡി ഡയഗ്രാംസ് വരച്ചു. FBD1 FBD2 രണ്ട് വ്യത്യസ്ത ഓറിയൻറ്റേഷൻ ആക്സിസുകൾ വരച്ചു. പിന്നെ നമ്മുടെ സ്ഥിരം അറിയാവുന്ന ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഇട്ട് ചെയ്തു.